പോളാർ റെപ്രസെൻറ്റേഷൻ നമ്മൾ കഴിഞ്ഞ വട്ടം അവസാനം പഠിപ്പിച്ച് നിർത്തിയാണ്. ഒരു പോളാർ റെപ്രസെൻറ്റേഷൻ അറിയാമല്ലോ, ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ എന്നുള്ള കോംപ്ലക്സ് നമ്പറിനെ ഈ ഒരു ഫോമിൽ എഴുതുക. ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു, അതായത് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നുള്ള ഫോമിൽ എഴുതുന്നതിനാണ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആർ എന്ന് പറയുന്നത് അതിൻ്റെ മോഡുലസ് വാല്യൂ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തീറ്റ എന്ന് പറയുന്നത് അതിൻ്റെ ആർഗ്യുമെൻറ്റും. അതായത് കോംപ്ലക്സ് നമ്പറിൻ്റെ ആർ എന്ന് പറയുന്നത്, ഒരു കോംപ്ലക്സ് നമ്പർ ഇടുകയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് ആറും, തീറ്റ എന്ന് പറയുന്നത് ഈ ആംഗിള് തീറ്റയും. കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിനാണ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. ഇസഡ് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതുന്നതിനാണ് പോളാർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. ഇനി ഇതിനകത്ത് ഈ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയെ നമുക്ക് മറ്റൊരു രീതിയിൽ മാറ്റി എഴുതാം. ഇനി അതാണ് നോക്കുന്നത്. കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ മറ്റൊരു രീതിയിൽ മാറ്റി എഴുതുന്നതാണ് അടുത്ത് നോക്കുക. അതിനായിട്ട് കഴിഞ്ഞ സെമ്മിൽ ഞാൻ അവസാനം അയച്ചു തന്ന വീഡിയോസിനകത്തുണ്ട് മക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിനകത്ത് സൈനിൻ്റെ കോസിൻ്റെ ഒക്കെ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് ഇറേസ് ടു ഇസഡിൻ്റെ, ഇറേസ് ടു എക്സിൻ്റെ, അവിടെ എക്സിന് വരെ ഇവിടെ ഇസഡ് കൊടുത്തുന്നുള്ളൂ. ഇറേസ് ടു ഇസഡിൻ്റെ മക്ലോറിൻ സീരീസ് ആണ് 1 പ്ലസ് ഇസഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ഈ കിടക്കുന്നത്. എൻ്റെ ഇസഡിൻ്റെ എല്ലാ പവേഴ്സും വരും, താഴെ എൻ്റെ ഫാക്ടോറിയലും വരും. അങ്ങനെയാകുമ്പോൾ അടുത്ത ഇസഡിൻ്റെ വരെ നമ്മൾ ഇറേസ് ടു ഐ തീറ്റ കൊടുക്കുന്നു. ഇറേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇസഡ് എടുക്കുന്നതെല്ലാം തീറ്റ കൊടുക്കുക. തീറ്റ കൊടുക്കുമ്പോഴത്തേക്ക് 1 പ്ലസ് ഐ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഐ തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഐ തീറ്റ ദ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ഇറ്റ്സ് ഈക്വൽ ടു, ഇനി ഓരോന്നിൻ്റെ സ്ക്വയർ ക്യൂബൊക്കെ എടുക്കുക. ഞാൻ നേരത്തെ ഇവിടെ സ്ക്വയർ ക്യൂബൊക്കെ എടുക്കുമ്പോൾ ഐഡയിൽ എടുക്കുക. കാരണം ഇവിടെ കിടക്കുന്ന ഐ തീറ്റ ദ ഹോൾ ക്യൂബൊക്കെ വരാം. അപ്പോൾ ഐയുടെ സ്ക്വയർ ക്യൂബ് എല്ലാം അറിയാമല്ലോ. അപ്പോൾ അതങ്ങ് എടുത്ത് കൊടുത്തിരുന്നത്. ദാറ്റ് ഈസ് 1 പ്ലസ് ഐ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ ആകുമ്പോൾ ഐ തീറ്റ തന്നെ. അടുത്ത ഐ തീറ്റ ദ ഹോൾ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് തീറ്റ ഒന്ന് തീറ്റ സ്ക്വയർ വരും. അടുത്ത ഐ സ്ക്വയറിൻ്റെ വാല്യൂ വരും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 വരാം. അതാണ് ഫ്രണ്ടിൽ മൈനസ് കിടക്കുന്നത്. മൈനസ് ഐ തീറ്റ ദ ഹോൾ സ്ക്വയർ. അടുത്ത ഐ തീറ്റ ദ ഹോൾ ക്യൂബ് ആകുമ്പം ഐയുടെ ക്യൂബ് എന്തായിരുന്നു വരിക? -i ആയിരുന്നു. ഐയുടെ ക്യൂബ് ആകുമ്പോൾ ഐ ക്യൂബ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ഐ എന്ന് വരും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 വരും. ഇറ്റ്സ് ഈക്വൽ ടു -1 ഇൻറ്റു ഐ ആകുമ്പോൾ -i ആവും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും? -i കിട്ടും. അതാണ് എഴുതിയിരിക്കുന്നത്. ഐ ക്യൂബ് ആകുമ്പോൾ ഇവിടെ -i ആവും. -i പിന്നെ തീറ്റ ക്യൂബ്. അടുത്ത ഐ റേസ്റ്റ് 4, അടുത്ത ഐ തീറ്റ ദ ഹോൾ റേസ്റ്റ് 4 ആകുമ്പോൾ ഐ റേസ്റ്റ് 4 വരും. ഐ റേസ്റ്റ് 4ൻ്റെ വാല്യൂ എന്താ വരാം? ഐ റേസ്റ്റ് 4 ആകുമ്പം ഐ റേസ്റ്റ് 4 ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആണ്. -1ന് -1 ആകുമ്പോൾ എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ആ ടൈം എന്തായിട്ട് മാറും? ഐ തീറ്റ ഇതാകുമ്പോഴത്തേക്ക് എന്തായിട്ട് മാറും? +1 ആയിട്ട് മാറും. അതാണ് ഇവിടെ ഐ തീറ്റ പ്ലസ് വരും. ബാക്കി തീറ്റ റേസ്റ്റ് 4/4 ഫാക്ടോറിയൽ. അടുത്ത ഐ റേസ്റ്റ് 5. അടുത്ത ഐ റേസ്റ്റ് 5 ആകുമ്പോഴത്തേക്ക് ഐ റേസ്റ്റ് 5നെ എങ്ങനെ എഴുതാം? ഐ റേസ്റ്റ് 5 ഈസ് ഈക്വൽ ടു ഐ റേസ്റ്റ് 4 ഇൻറ്റു ഐ എന്ന് എഴുതാം. ഐ റേസ്റ്റ് 4ൻ്റെ വാല്യൂ 1 വരും. പിന്നെ ബാക്കി ഐ വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് ഐ വരും. അതുപോലെ ഐ തീറ്റ റേസ്റ്റ് 6 എടുത്ത് എഴുതാം. ഇത്ര എഴുതിയിട്ട് ഇനി അടുത്തത് ഇതിനകത്തുനിന്ന് ആദ്യം ഐ ഇല്ലാത്ത ടൈമൊക്കെ ഒന്നിച്ചെടുത്ത് എഴുതാം. ഐ ഇല്ലാത്ത ടൈം ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് 1 ഉണ്ട്, ഒരു ടൈം 1 ഉണ്ട്. അടുത്ത ഏതാ? തീറ്റ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഉണ്ട്. അടുത്ത ഏതാ? തീറ്റ റേസ്റ്റ് 4/4 ഫാക്ടോറിയൽ ഉണ്ട്. അടുത്ത ഏതാ വരാം? തീറ്റ റേസ്റ്റ് 6/6 ഫാക്ടോറിയൽ. ഓൾട്ടർനേറ്റ് മൈനസ് വരുന്ന ടൈമുകൾ. അപ്പോൾ ഐ ഇല്ലാതെ വരുന്ന ടൈം ഇത്രയും ടൈമുകൾ വരും. ഇത്രയും ടൈം ബാക്കി എക്സെട്ര വരും. ഇനി അടുത്ത ഐ ഉള്ള ടൈം ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ ഉള്ള ടൈം ഒന്ന് ഈ ഒരു ടൈം ഐ തീറ്റ. അടുത്ത ക്യൂബിൻ്റെ ടൈം ഐ തീറ്റ ക്യൂബ്. അടുത്ത ഐ തീറ്റ റേസ്റ്റ് 5 എന്ന് വെച്ചാൽ ഓഡ് പവേഴ്സ് വരാം. അപ്പോൾ വെച്ചാൽ ഓൾട്ടർനേറ്റ് മൈനസും പ്ലസും വരും. അപ്പോൾ ഐ വരുന്ന ടൈമുകൾ ഇത്രയും ടൈമുകളിൽ ഐ കാണും. ഇമാജിനറി പാർട്ട് വരും. അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഒന്ന് ഐ വരുന്ന ടൈമും അടുത്ത ഐ ഇല്ലാതെ വരുന്ന ടൈം. അതായത് ഒന്ന് റിയൽ പാർട്ടും അടുത്ത ഇമാജിനറി പാർട്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. ഇനി തന്നെ ആദ്യം വരുന്നതെന്ന് പറയുന്നത്, ഇത്രയും വരുന്ന ടൈം എന്ന് പറയുന്നത്
അത് ഞാൻ കഴിഞ്ഞ ദിവസം അതിനകത്ത് എഴുതി ഏതാ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ സീരീസിനകത്ത് അവസാനം ഞാൻ അയച്ച നോട്ടിനകത്തുണ്ട് ഏതാ തീറ്റയുടെ ഈവൻ പവേഴ്സും താഴെ ഫാക്ടോറിയലും പിന്നെ ഓൾട്ടർനേറ്റീവ് പ്ലസും മൈനസും വരുന്ന കോസ് തീറ്റയുടെ എക്സ്പാൻഷനും തീറ്റയുടെ ഓഡ് പവേഴ്സും ഇടയ്ക്ക് പ്ലസും മൈനസും വരുന്നത് സൈൻ തീറ്റയുടെ എക്സ്പാൻഷന് വരും. അപ്പോൾ ഇവിടെ ആദ്യം കിടക്കുന്നത് കോസ് തീറ്റയും പ്ലസ് ഐ ഇൻറ്റു രണ്ടാമത് കിടക്കുന്നത് ഇതെന്നുള്ള എന്ത് വരും സൈൻ തീറ്റയും വരും. ഇത് കിടക്കുന്നത് ഈ കിടക്കുന്ന കോസ് തീറ്റയും വരും, ഇത്രയും കിടക്കുന്ന എന്തായിട്ട് മാറും സൈൻ തീറ്റ ആയിട്ട് മാറും. ദാറ്റ് ഈസ് എന്ത് ചെയ്യാം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇ റേസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് കിട്ടും. therefore z is equal to x plus i യുടെ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു z is equal to x plus i യുടെ പോളാർ ഫോം എന്ന് പറയുന്നത് r into cos theta plus i sin theta, that is r into cos theta plus i sin theta ഒന്ന് കൊടുക്കുക e raised to i theta, that is r e raised to i theta എന്ന് എഴുതാം. അപ്പം ഈ രീതിയിലും സിമ്പിളായിട്ട് എഴുതാം. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോമിന് എങ്ങനെ എഴുതാം z is equal to r e raised to i theta എന്നുള്ള സിമ്പിളായിട്ടുള്ള ഫോമിൽ എഴുതാം. r എന്ന് പറഞ്ഞതിൻ്റെ മോഡുലസ് വാല്യൂ, തീറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെൻറ്റും അതായത് ആംഗിളും വരുന്നത്. അടുത്തൊരു പ്രത്യേകത ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാലും ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് 2 എൻ പൈ എന്ന് പറഞ്ഞാലും സെയിം ആയിരിക്കും. കാരണം ഒരു കോംപ്ലക്സ് നമ്പർ ഇവിടെ ആണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിനൊരു 2π റൊട്ടേറ്റ് ചെയ്യുന്നു. 2π റൊട്ടേറ്റ് ചെയ്താലും തിരിച്ചിവിടെ തന്നെ വരിക. അപ്പോൾ തീറ്റ പ്ലസ് 2πയും അതിൻ്റെ എന്ത് തന്നെയായിരിക്കും ആർഗ്യുമെൻ്റ് തന്നെ ആയിരിക്കും. ഇനി ഒന്നും കൂടെ 2π റൊട്ടേറ്റ് ചെയ്താലും തിരിച്ച് അവിടെ തന്നെ വരിക, ഇവിടെ തന്നെ വരിക. ദാറ്റ് ഈസ് തീറ്റ പ്ലസ് 2π പ്ലസ് 2π, തീറ്റ പ്ലസ് 4π എന്ത് തന്നെയായിരിക്കും അതിൻ്റെ ആർഗ്യുമെൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ തീറ്റ മാറ്റി ജനറലായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും തീറ്റ പ്ലസ് 2πയുടെ മൾട്ടിപ്പിൾ ആയിട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് 2nπ ആയിട്ട് കൊടുക്കാം. n 1 ആകുമ്പോൾ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുന്നു, n 2 ആകുമ്പോൾ 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്നു, അങ്ങനെ പോകും. അപ്പോൾ അത് അറിഞ്ഞിരുന്നാൽ മതി. r e raised to i theta is equal r e raised to i into തീറ്റ പ്ലസ് 2nπ എന്ന് എഴുതാം. നെക്സ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പർ z is equal to r1 e raised to i theta ആണ്. ഒരു കോംപ്ലക്സ് നമ്പർ z is equal to r1 e raised to i theta. അടുത്ത കോംപ്ലക്സ് നമ്പർ z2 is equal to r2 e raised to i theta 2. ഒന്ന് r1 e raised to i theta 1ഉം അടുത്ത r2 e raised to i theta 2. അങ്ങനെ ആകുമ്പോഴത്തേക്ക് z1 into z2 കൊടുക്കുക. z1 into z2 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക r1 e raised to i theta 1 into r2 e raised to i theta 2 which is equal to another r1 r2 into മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r1 r2 into പിന്നെ ഇ റേസ് ടു ഐ തീറ്റ 1 ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ 2 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ ആഡ് ചെയ്തിരുന്നാൽ മതി. പവർ ആഡ് ചെയ്യുമ്പോൾ എന്താവും ഇ റേസ് ടു ഐ ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2 ആവും. അപ്പോൾ ഇങ്ങനെയായിരിക്കും എൻ്റെ പ്രോഡക്റ്റ് വരിക. z1 ഇൻറ്റു z2ൻ്റെ പ്രോഡക്റ്റ് r1 r2 ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്നുള്ള ഫോമിൽ വരും. അപ്പോൾ ഇതെന്നുള്ളത് ഏത് ഫോമാണെന്ന് നോക്ക്. ഏതാ ഈ കിടക്കുന്നതെന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഫോം ഏതാ r1 r2 ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു തീറ്റ 1 പ്ലസ് തീറ്റ 2 എന്നുള്ള ഏത് ഫോമാണ് പോളാർ ഫോമാണ്. r e raised to i തീറ്റ എന്ന് പറയുന്ന പോളാർ ഫോമാണ് വരിക. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാ ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് ഏതാ r1 ഇൻറ്റു r2 ആണ്. അപ്പോൾ ഈ മോഡ് z1 ഇൻറ്റു z2ൻ്റെ മോഡുലസ് വാല്യൂ എന്തായിരിക്കും വരിക r1 ഇൻറ്റു r2. തീറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്ന ഏതാ തീറ്റ 1 പ്ലസ് തീറ്റ 2 ആണ്. അപ്പോൾ ഇതെന്നുള്ള ഏത് ഫോമാണ് r e raised to i തീറ്റ എന്നുള്ള ഫോമാണ്. ഇവിടെ ഈ ആറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്ന r1 ഇൻറ്റു r2, അതായത് z1 ഇൻറ്റു z2ൻ്റെ മോഡുലസ് വാല്യൂ എന്ന് പറയുന്നത് r1 ഇൻറ്റു r2 വരും. ദാറ്റ് ഈസ് മോഡ് z1 z2 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും r1 ഇൻറ്റു r2 എന്ന് കിട്ടും. r1 എന്തായിരുന്നു z1ൻ്റെ മോഡുലസ് വാല്യൂ, r2 എന്തായിരുന്നു z2ൻ്റെ മോഡുലസ് വാല്യൂ. ദാറ്റ് ഈസ് മോഡ് z1 ഇൻറ്റു മോഡ് z2 എന്ന് വരും. ദാറ്റ് ഈസ് മോഡ് z1 ഇൻറ്റു z2 ഇസ് ഈക്വൽ ടു മോഡ് z1 ഇൻറ്റു എന്താ മോഡ് z2. അതുപോലെ തന്നെ അതിൻ്റെ ആർഗ്യുമെൻറ്റ് എന്ന് വെച്ചാൽ ആംഗിൾ എന്തായിരിക്കും വരിക ആംഗിൾ കിടക്കുന്ന ഈ തീറ്റ 1 പ്ലസ് തീറ്റ 2 ആണ് ആർഗ്യുമെൻറ്റ് വരിക. ഒന്നുകൊണ്ട് പറയാം ഈ കിടക്കുന്ന ഫോം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഫോം ഏത് ഫോമാണ് വരിക ഈ കിടക്കുന്ന ഫോം എന്ന് പറയുന്നത് r e raised to i തീറ്റ എന്നുള്ള ഫോമാണ്. ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് r1 ഇൻറ്റു r2, തീറ്റയുടെ സ്ഥാനത്ത് കിടക്കുന്നത് തീറ്റ 1 പ്ലസ് തീറ്റ 2. അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് r1 ഇൻറ്റു r2, തീറ്റയുടെ സ്ഥാനത്ത് തീറ്റ 1 പ്ലസ് തീറ്റ 2.
അതായത് ഇതിപ്പോൾ ഏത് ഫോമായി, പോളാർ ഫോമായി. എൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്ന R1 ഇൻറ്റു R2 ആയിരിക്കും മോഡുലസ് വാല്യൂ. അതായത് Z1 ഇൻറ്റു Z2ൻ്റെ മോഡുലസ് വാല്യൂ. മോഡ് Z1 ഇൻറ്റു Z2 ഈക്വൽ എന്ത് കിട്ടും? R1 ഇൻറ്റു R2 എന്ന് കിട്ടും. R1 എന്തായിരുന്നു? Z1ൻ്റെ മോഡുലസ് വാല്യൂ. R2 എന്തായിരുന്നു? Z2ൻ്റെ മോഡുലസ് വാല്യൂ വരും. അതുപോലെ e⁻i⁻θ എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് വാല്യൂ. r e⁻i⁻θ തീറ്റ എന്ന് പറഞ്ഞ ആർഗ്യുമെൻറ്റ് വാല്യൂ. ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് കിട്ടിയേക്കുന്നത് θ1 പ്ലസ് θ2. അതായത് Z1 ഇൻറ്റു Z2ൻ്റെ ആർഗ്യുമെൻറ്റ് വാല്യൂ θ1 പ്ലസ് θ2 എന്ന് വരും. That is Z1 into argument of Z1 into Z2. Argument of Z1 into Z2 നമുക്ക് എന്താ കിട്ടുക? θ1 പ്ലസ് θ2 കിട്ടുക. θ1 എന്തായിരുന്നു? Z1ൻ്റെ ആർഗ്യുമെൻറ്റ് വാല്യൂ. θ2 എന്തായിരുന്നു? Z2ൻ്റെ ആർഗ്യുമെൻറ്റ് വാല്യൂ. ദാറ്റ് ഈസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് റിസൾട്ടുകൾ ഞാൻ നേരത്തെ എഴുതിയിട്ടുള്ള റിസൾട്ടാണ്. മോഡ് Z1 ഇൻറ്റു Z2 ഈക്വൽ മോഡ് Z1 ഇൻറ്റു മോഡ് Z2. ഇവിടെ എഴുതിയ തെറ്റിപ്പോയി. മോഡ് Z1 ഇൻറ്റു മോഡ് Z2 ആണ് ഇവിടെ. മോഡ് Z1 ഇൻറ്റു മോഡ് Z2 വരും. അടുത്ത ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ഇൻറ്റു Z2 ഈക്വൽ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 പ്ലസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 വരും. അതുപോലെ ഡിവൈഡ് ചെയ്യുമ്പോഴും Z1 ബൈ Z2 ഈക്വൽ എന്താവും? R1 e⁻i⁻1 ബൈ R2 e⁻i⁻2 എന്ന് വരും. അപ്പോൾ അവിടെ R1 ബൈ R2 ഇൻറ്റു ഡിവൈഡ് ചെയ്യാൻ എന്താ ചെയ്യുക? പവറുകൾ മൈനസ് ചെയ്തിരുന്നാൽ മതി. പവർ മൈനസ് ചെയ്യുമ്പോൾ e⁻i ഇൻറ്റു θ1 മൈനസ് θ2 ആവും. അത് e⁻i ഇൻറ്റു θ1 മൈനസ് θ2. ഇത് മറ്റേതുപോലെ കമ്പയർ ചെയ്ത് നോക്കാം. മറ്റേതുപോലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്താ വരിക? ഇതുപോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഏത് ഫോമാണ് വരിക? r e⁻i⁻θ എന്നുള്ള ഫോമാണ് വരിക. r e⁻i⁻θ ആകുമ്പോൾ ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുക? ആറിൻ്റെ സ്ഥാനത്ത് R1 ബൈ R2. തീറ്റയുടെ സ്ഥാനത്ത് എന്താ കിടക്കുക? തീറ്റയുടെ സ്ഥാനത്ത് θ1 മൈനസ് θ2 കിടക്കുക. ദാറ്റ് ഈസ് Z1 ബൈ Z2ൻ്റെ മോഡുലസ് വാല്യൂ R1 ബൈ R2 എന്നാവും. R1 ബൈ R2 എന്നുള്ള Z1ൻ്റെ മോഡുലസ് വാല്യൂ ബൈ Z2ൻ്റെ മോഡുലസ് വാല്യൂ. അതുപോലെ അതിൻ്റെ ആർഗ്യുമെൻറ്റ് എന്ത് വരും? θ1 മൈനസ് θ2 വരും. ദാറ്റ് ഈസ് Z1 ബൈ Z2ൻ്റെ ആർഗ്യുമെൻറ്റ് θ1 മൈനസ് θ2 ആവും. θ1 മൈനസ് θ2 ആകുമ്പോൾ ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 വരും. ദാറ്റ് ഈസ് മോഡ് Z1 ബൈ Z2 is equal to മോഡ് Z1 ബൈ മോഡ് Z2 ആവും. ആർഗ്യുമെൻറ്റ് ഓഫ് Z1 ബൈ Z2 is equal to ആർഗ്യുമെൻറ്റ് ഓഫ് Z1 മൈനസ് ആർഗ്യുമെൻറ്റ് ഓഫ് Z2 ആവും. നെക്സ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം ഇവിടെ എഴുതിയിട്ടുണ്ട്. പോളാർ ഫോമും Z is equal to 2 പ്ലസ് 3i ആകുമ്പോഴത്തേക്ക് R is equal to 2 പ്ലസ് 3യുടെ മോഡുലസ് വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു 2 പ്ലസ് 3യുടെ മോഡുലസ് വാല്യൂ √13 വരും. ആർഗ്യുമെൻറ്റ് 0.9828 വരും. അപ്പോൾ പോളാർ ഫോം എന്ന് പറയുന്നത് r e⁻i⁻θ. ഇവിടെ r കൊടുക്കുക, θ ഇട്ട് കൊടുക്കുക.